അതായത് നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു സംഭവമാണ്. അതായത് എത്ര പേർക്ക് ഇത് വർക്കാവുമെന്ന് അറിയില്ല, പക്ഷെ ഇത് റിയലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം അത് കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾ കണ്ടു കേട്ട സ്റ്റോറീസിൽ ബാക്ക്ഗ്രൗണ്ടാണ് ഇത് കാണിച്ചത്. ഇറങ്ങിയ ആൾക്കാരൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ഒരു ഇച്ചിരി ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആവാണ്. ഒരു ഹാപ്പി എൻഡിങ് ഉള്ളൊരു സിനിമയല്ല ആ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ ജോണേഴ്സ് ഒരു റിയൽ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നത് അല്ല, അത് നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയെങ്കിൽ നമുക്ക് കഥയായിട്ട് ചർച്ചയില്ല. നമ്മള് നമ്മുടെ പാർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം ചെയ്തത് വെച്ച് ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഇനി നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് പറയാം. താങ്ക് യു. പെർഫോമൻസ് നിങ്ങൾ കണ്ടോ പടം? എങ്ങനെ ഉണ്ടായിരുന്നു? സത്യത്തിൽ പറയണം. താങ്ക് യു. നമ്മുടെ അടുത്ത പടങ്ങൾ അങ്ങനത്തെ കുറച്ച് അടിപൊളി പടങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെയാണ് ഭയങ്കര ഉപദ്രവിക്കാത്തൊരു കൊച്ചു സിനിമ, അതേപോലെ അതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ. യഥാർത്ഥ ജീവിതത്തെ യഥാർത്ഥ കേസ് ആസ്പദമാക്കിയിട്ട് എഴുതിയാൻ തോന്നുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് അവർക്ക് കിട്ടിയത്. നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. 4 ക്യാരക്ടേഴ്സാണ്. ഫസ്റ്റ് ഹാഫിലാണ് കൂടുതലും ശിവതയും അപർണയും ചന്തുവാണ്. 3 പേര് നന്നായി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് അനു വരുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് പ്രതീക്ഷകളില്ലാതെ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നിരാശ ഉണ്ടാവില്ല. ഇൻട്രസ്റ്റിംഗ് അല്ല? ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് കൺവിൻസിംഗ് ആണ്. ബാക്കിയുള്ളവരുടെ കാര്യം ഓരോരുത്തരുടെ ഒരു കാണുന്നവരാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഞാൻ പറഞ്ഞല്ലോ, അല്ല ഐ ടി മീൻസ് ഇറ്റ്സ് എ ബാക്ക് ഡ്രോപ്പ് ഉള്ളൂ. അതൊരു ബാക്ക് ഡ്രോപ്പ് മാത്രമല്ലേ. ബേസിക്കലി അതിൻ്റെ ഒരു നമ്മളിപ്പോൾ എന്താ പറയുക, ഓരോ കേസിനും ഓരോ മോട്ടീവ് ഉണ്ടല്ലോ. അങ്ങനത്തെ മോട്ടീവൊക്കെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പല ആൾക്കാരുണ്ടല്ലോ, പല തോതിലുള്ള ആൾക്കാർ പല മോട്ടീവ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു ബാക്ക് ഡ്രോപ്പ് മാത്രമായിട്ട് ഐ ടി എടുത്താൽ മതി. Did you find the movie disturbing? Yeah, at last it got disturbing. Yeah. ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള മൂവിയാണ്. കുട്ടികളെ അവോയ്ഡ് ചെയ്യാന്നാണ് പറയുള്ളത്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നാളെ ഇതെന്താ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണുള്ളത്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമ്മൾ ചെയ്തപ്പോൾ എന്തൊരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്തു അത് നിങ്ങൾക്കും കിട്ടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലോ ചേച്ചി. ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കില്ല എങ്ങനെയാണെന്ന്. ആ സിനിമ കാണാൻ പറയും. മതി നഫ്റ്റ. സോറി എന്താ ചോദിച്ചത് വിട്ടുപോയി. ഇല്ല, മടിയൊന്നും ഇല്ല. എല്ലാരും കൺവിൻസ് ചെയ്തിട്ടാ വന്നേന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ കൺവിൻസ് ചെയ്യാൻ. അതെ, കാരണം എനിക്കൊരു ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ക്യാരക്ടർ മലയാളത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു എക്സ്പെരിമെൻറ്റിനുള്ള സ്കോപ്പുള്ളൊരു സാധനമായിട്ട് തോന്നി. ക്യാരക്ടർ കൺവിൻസ് ചെയ്യാൻ എനിക്ക് ഇനി ഇതുപോലുള്ള ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ചെയ്യും. ഇനി സെയിം തന്നെ ഉടനെ വന്നാൽ ചെയ്യില്ല, കാരണം വീണ്ടും അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും മാറുന്നുള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ സെയിം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ത്രില്ലർ എന്ന് പറയുമ്പോൾ സീറ്റഡ് ത്രില്ലർ അല്ല, അത് എക്സ്പെക്ട് ചെയ്തിട്ട് ആരും വരരുത്. ഇറ്റ്സ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ക്രൈം ഡ്രാമ എന്ന് വേണം ഈ പടത്തിന് പറയാൻ. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഈ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യണ സമയത്തൊക്കെ വിചാരിച്ച കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഇതായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് പടം കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്കും അത് തോന്നും, ആ ഒരു ഫീല് നിങ്ങൾക്കും കിട്ടുന്നത് നമ്മളും വിചാരിക്കണം. എൻഡിങ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നല്ലോ, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം അത് എൻഡ് അപ്പം എല്ലാവരും ഇത് എങ്ങനെ എടുക്കുന്നുള്ള ധാരണയുണ്ടോ? അല്ല, ആ ഒരു ധൈര്യം റൈറ്റേഴ്സ് നമ്മളിത് കഥ പറയുമ്പോൾ അവരെടുത്തതുകൊണ്ടാണ് നമുക്കിതിനകത്ത് കമ്മിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഒരുപാട് കഥകളിൽ നിന്നും ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ചിന്തിക്കുമ്പോൾ ഈ ചോദ്യം തന്നെ നമ്മൾ ചിന്തിക്കും, ഇത് ആൾക്കാർ എത്രത്തോളം എടുക്കും, ഒരു ഭൂരിഭാഗം എടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തോട്ടിൻ്റെ അപ്പുറത്തേക്കില്ല ഇത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ധൈര്യം അവരെടുത്തുകൊണ്ടാണ്. പാർവതി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു ഇങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത്, പേടിയുണ്ടായിരുന്നു, ചെയ്യാനൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു, ഒന്ന് കൺവിൻസ് ചെയ്താണ് വന്നതെന്ന് പറഞ്ഞു. കൺവിൻസ് ചെയ്തിരുന്നോ ശരിക്കും? പിന്നെ കാരണം ഇതിനകത്ത് ഈ പറയുന്ന പോലെ വിഷ്വലി ഭയങ്കരമായിട്ടുള്ള വയലൻസോ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ കണ്ടൻറ്റോ നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ അതിന് കണ്ടൻറ്റിലാണ് അത് സംസാരിക്കുന്നത്.
അപ്പോൾ അത് ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തു. അത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ അടുത്ത് ഡയറക്ടേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ കിട്ടിയെന്നും തോന്നുന്നു അല്ലേ കണ്ടപ്പോൾ? അതെ. അതെ. അപ്പം ഈ പറയുന്നത് പോലെ ഒരു യൂഷ്വൽ പരിപാടിയിലേക്കല്ല നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പറയണമെന്ന് തോന്നിയ ഒരു സംഗതി പറഞ്ഞു. അത് നല്ല രീതിയിൽ ഔട്ട് വന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു ഹാപ്പി എൻഡിങ് അല്ലായിരുന്നല്ലോ, അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എങ്ങനെ തോന്നുന്നു? കുറച്ച് ഡിസ്റ്റർബിങ് അല്ലേ സിനിമ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു സഡൻ ആയിട്ടുള്ള ഭയങ്കര ഒരു ഹോണ്ടിങ് ആണ്. നമ്മൾ തീരെ കാരണം പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഡാർക്ക് അടിക്കും. റിയൽ ലൈഫിലെ സാധനം കൂടെ കാണിക്കുമ്പോൾ ഭയങ്കര ഹോണ്ടിങ് ആയിട്ട്. ഹേറ്റേഴ്സ് ഉണ്ടാവുന്ന പേടിയുണ്ടോ? ഹേറ്റേഴ്സ് ഉണ്ടാവുന്ന പേടിയുണ്ടോ എന്നോടോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ലേ, ഒരു ആക്ടറല്ലേ. ഹേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എൻ്റെ സർപ്രൈസ് ഒക്കെ കളയല്ലേ? ഇല്ല ഇല്ല എന്ന് വെച്ചാൽ ഉണ്ടാവും. അല്ല, എൻഡിങ് സർപ്രൈസ് ആണ്. എൻഡിങ് സർപ്രൈസ് ആണ്. മറ്റേ ഞാനതുകൊണ്ടൊന്നും പറയുന്നില്ല, അതിനകത്ത് ഞാനങ്ങനെ കമൻറ്റ് ചെയ്യുന്നില്ല. ഇത് കഴിയുന്നത് ഇപ്പോൾ പൊതുവേ ഞാനങ്ങനെ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കാറില്ല. ഡയറക്ടേഴ്സിന് എപ്പോഴും പറയാറുള്ള പോലെ അവർക്ക് ഞാൻ ഓക്കെ ആണെന്ന് തോന്നുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് പോയി ഒന്ന് പിച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. ഡയറക്ടേഴ്സിന് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് വാശി പിടിച്ചാൽ ഞാൻ പലപ്പോഴും ഇല്ലയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കഥയെ 2 പ്രാവശ്യം ചോദിച്ചു ഞാൻ തന്നെ വേണമെന്ന്. അപ്പോൾ അവർക്ക് ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ പറഞ്ഞ പോലെ സീക്രട്ട് ഹോംസ് ഒരുപാടുണ്ട്. നമ്മൾക്ക് അറിയുന്ന കഥകൾക്ക് പിന്നാമ്പുറത്ത് വേറെ പല കാര്യമുണ്ട്. അപ്പോൾ അത് അവതരിപ്പിച്ച് കാണിക്കലാണ് നമ്മൾ ആക്ടേഴ്സിൻ്റെ ജോലി. അപ്പോൾ അതൊരു ഡയറക്ടർ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുക, അത്ര ചെയ്ത ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് അല്ലേ? വളരെ അല്ലേ. ഡാർക്ക്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇതൊരു അതൊക്കെ നാളെ സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ പറയട്ടെ, ഞാനിതിനെക്കുറിച്ച് പറയുന്നില്ല. ഫിലിം നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ലാഗൊന്നും ഇല്ലാതെ? ഇല്ല, നല്ല 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 മൂവിയായിരുന്നു. നമുക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന ഒരു മൂവിയാണ്. ആൾക്കാരെന്ത് പറയുന്നു എന്നുള്ളത് നമുക്കത് വെയിറ്റിംഗ്. നമ്മളതിനെക്കുറിച്ചൊരു കാര്യം പറയാൻ തയ്യാറല്ല, ധൈര്യവുമില്ല. ആൾക്കാരെന്താണോ സിനിമ കാണുന്നത് നമുക്കത്. ഒന്നാമത് എൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വേറൊരു തരത്തിലുള്ള ഒരു ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്കറിയത്തില്ല പോരെ. ഞാനും കുറച്ച് നെർവസാണ്. ആൾക്കാരെന്താ പറയുന്നതെന്ന് അറിയാൻ ഞാനും കുറച്ച് നെർവസാണ്. കാരണം സാധാരണ അങ്ങനെ ധൈര്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ ഇത്. ഞാൻ ഡയറക്ടറിൽ ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു. അദ്ദേഹം ഭയങ്കര കൃത്യമായിട്ട് ഞാൻ തന്നെ ചെയ്യണം എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് 2 പ്രാവശ്യം സംസാരിച്ചു. ഫാമിലി ഓഡിയൻസിന് ഒരു നെഗറ്റീവായി മാറുന്നു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഒരു പ്രായം കഴിഞ്ഞുള്ള ആൾക്കാർക്ക് ഇത് കാണുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും വരുന്ന പത്രം നമ്മളിപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. അതിനകത്താണ് ഈ കഥകളൊക്കെ വരുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ? അതിനകത്ത് വരാത്ത കഥയുണ്ടോ? എല്ലാ ദിവസവും രാത്രി ആൾക്കാർ 10 മണിക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ക്രൈം ഫയലാണ്. എല്ലാവരും നന്നായിട്ട്, എല്ലാവരുടെ അവരവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷനായിട്ടാണ് അമ്മയും ഞാനും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു വലിയ ക്യാരക്ടറിൽ ചെയ്ത് മകൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു പറയാനുള്ളത് കണ്ടിട്ട്? ഈ സിനിമ കണ്ടിട്ടോ? ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഒരു എല്ലായിടത്തുള്ള എല്ലാവരും അവരുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. നമുക്ക് അവസാനം വരെ അതിൻ്റെ ഒരു സസ്പെൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെയ്യാതെ ഒരു സംഭവിക്കുന്ന കാര്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ഫിലിം കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്താ പറയാനുള്ളത്? വലിയ ഫിലിമാണെങ്കിലും ഞാൻ അതിൻ്റെ ചെറിയ ഭാഗമായിരുന്നേ. അല്ല, അതൊരു കാര്യമല്ലേ, വലിയൊരു ഫിലിമിൽ പാർട്ടാവാന്ന്. തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ ആ എഫർട്ടും കാര്യങ്ങളും ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും അതിനകത്തൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു. 28-ാം തീയതി റിലീസാണ്. അപ്പം ഈ മൂവിയെക്കുറിച്ച് ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഈ മൂവി എല്ലാം നിങ്ങൾ എൻ്റെ മൂവി മകനും അതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ പ്രേക്ഷകർ തന്നെ ഈ പടം തിയേറ്ററിൽ വന്ന് കണ്ട് അവരെ വിജയിപ്പിക്കുക, അനുഗ്രഹിക്കുക.